ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്ന് ഭയങ്കര ഹാപ്പി ഉള്ളൊരു ഡേ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് പുറത്തൊക്കെ പോകാനുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ സൺഡേയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേക്കാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ഇന്നലെ കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. ഇക്ക സിനിമക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോഴത്തേക്ക് ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ അലാറം അടിച്ചത് കേട്ടില്ല. അതുകൊണ്ട് മദ്രസയ്ക്കൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 8:30-9 മണിയൊക്കെ ആയിട്ടാണ് നമ്മൾ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫൈസിക്കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്തിനോ സങ്കടം പറയുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ക്യാരറ്റും ഒരു പൊട്ടറ്റോയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളയാട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഗ്രീൻ പീസും കടലയൊക്കെ ഇടുന്നത് അപൂർവം ചില സമയത്താണ്. കാരണം എപ്പോഴും മറക്കും കേട്ടോ രാത്രി ഇത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ എന്തായാലും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും എന്ന് വിചാരിച്ച് ഇന്ന് കുറുമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകിയിട്ട് ഇത് അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഒരുപാട് വലിയ പീസല്ല, കുറച്ച് ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 80% ഒക്കെ വന്നിട്ടുണ്ട്. 3 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 70% 80% ഒക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ പൊട്ടറ്റോയും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്രീൻ പീസിൻ്റെ കൂടെ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോകും. ഗ്രീൻ പീസ് ഇട്ട് വെന്ത് കിട്ടൂല കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് ഒന്ന് വെന്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ക്യാരറ്റും പൊട്ടറ്റോയും ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ അത് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വേഗം ഒന്ന് അടിച്ചു വരാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഇന്നലെ രാത്രി നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഹാളിൽ ഇരുന്നാണ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഹാളിൽ കൂടെയൊക്കെ നിറച്ച് ചോറും മറ്റും സാധനങ്ങളൊക്കെ ഉണ്ട്. രാത്രി ഇന്നലെ പിന്നെ അടിച്ചു വരാനൊന്നും പറ്റിയതുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കൂടെ ഇങ്ങനെ ചവിട്ടി എല്ലായിടത്തും കൂടി ആക്കും. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ കുറുമക്ക് വേണ്ടിയിട്ടുള്ള ഒരു സവാളേൻ്റെ പകുതി കേട്ടോ, പകുതിയും പിന്നെ എരിവിന് വേണ്ടിയിട്ടുള്ള 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും വേറെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് പച്ചമുളക് എടുക്കണം. ഞാനിപ്പോൾ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എരിവുള്ള മുളകാണ് കേട്ടോ. അതുകൊണ്ടാണ് എരിവില്ലാത്ത മുളകാണെങ്കിൽ ഒരു 3-4 ഒക്കെ എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എന്നാലും മെയിൻ എരിവ് എന്ന് പറയുന്നത് പച്ചമുളകാണ്. അപ്പോൾ അതിനനുസരിച്ച് എടുത്തു കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ചെറിയൊരു പീസ് ഇഞ്ചിയോ വെളുത്തുള്ളിയോ രണ്ടും കൂടി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ സത്യത്തിൽ മറന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കുറുമയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ സവാളയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഇനി നമുക്ക് കുറുമ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടായി വരുന്ന സമയത്ത് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കൊന്ന് കടുക് ഒന്നിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള സവാളയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അതിൽ രണ്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു വൈറ്റ് കളറിലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു വൈറ്റ് കളറിലെ കുറുമ. പക്ഷേ ഇവിടെ എല്ലാവർക്കും വെള്ള കളറാണെന്നുണ്ടെങ്കിൽ കഴിക്കാനൊരു ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഗ്രീൻ പീസും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ പീസൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലൊരു 5-10 മിനിറ്റ് കിടന്നിങ്ങനെ കുക്കാവുമല്ലോ. അപ്പോൾ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി നോക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കുരുമുളക് പൊടി വേണമായിരുന്നു. അപ്പോൾ കുരുമുളക് പൊടി പൊടിച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ കുരുമുളക് പൊടിയായിട്ട് വാങ്ങിക്കാറില്ല. അട്ടപ്പാടി നമ്മൾ വീട്ടിൽ നിന്ന് കുരുമുളക് വാങ്ങിച്ചിട്ട് അത് ഇതേപോലെ മിക്സിയിൽ ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ളത് ഇങ്ങനെ കുറച്ച് പൊടിച്ചെടുക്കാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊടിച്ചിട്ട് നമ്മളെ കുപ്പിയിൽ ഇട്ട് വെക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ കുറച്ച് കുരുമുളക് പൊടി വേണം. മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊന്ന് മിക്സിൻ്റെ ജാറിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുരുമുളക് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാപ്പാലൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുള്ളൊരു തേങ്ങാപ്പാലാണ്. ഒരു 2ാം പാലോ അല്ല 1ാം പാലോ അല്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു കൺസിസ്റ്റൻസിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2ാം പാലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1ാം പാലം എടുത്തിട്ട് നമ്മൾ 2 സ്റ്റെപ്പായിട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ പാലെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഒറ്റ പാലിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് തിക്കായിട്ടാണ്, പക്ഷേ പറ്റ ലൂസല്ല, ആ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ തന്നെ ആയിരിക്കും നമ്മൾ കുറുമയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനെന്തായാലും കുറച്ച് തേങ്ങയിലാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് രാവിലേക്ക് മാത്രം മതി. അതുകൊണ്ടാണ് കുറച്ച് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരിച്ച് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുറുമിയുടെ സംഭവങ്ങളൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ള പാലല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിത് തിളപ്പിച്ചെടുത്താലും ഇങ്ങനെ പിരിഞ്ഞു പോകുന്നില്ല കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടല്ലോ.
അപ്പോൾ നോക്കിയിട്ട് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക, ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തി, പൂരി, ദോശ ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കുറുമയൊക്കെ റെഡിയായ ശേഷമാണ് ഞാൻ ചപ്പാത്തി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തിയിട്ട് ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തി വേഗം ചുട്ടെടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ തീയൊക്കെ ഒന്ന് കത്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഗ്യാസിൽ ചുട്ടെടുത്താൽ ഗ്യാസിൻ്റെ പുറത്തൊക്കെ നിറച്ച് ഈ ഒരു ചപ്പാത്തിൻ്റെ പൊടിയായിരിക്കും. അതുകൊണ്ട് അടുപ്പിൽ തന്നെയാണ് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ചപ്പാത്തി കഴിക്കലും പിന്നെ വേഗം ഒന്ന് പകുതി നേരത്തെ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഹോളും. അപ്പോൾ പിന്നെ ബാക്കി ഞാൻ റൂമും കിച്ചണും എല്ലാം ഒന്ന് അടിച്ചു വാരി തുണികൾ കുറച്ച് മടക്കി വെക്കാനുണ്ടായിരുന്നു. തിരുമ്പാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അടിക്കലും പിന്നെ എല്ലാവരും കുളിച്ച് റെഡിയായി നമ്മൾ വേഗം ഒരു 12 മണി മുന്നേ ഒരു 11:45 ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ പോകണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ കുറേ നാളായതാ നമ്മൾ കമ്മൽ വാങ്ങിക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഗോൾഡിൻ്റെ കുറേ നാളായി നമ്മളിങ്ങനെ ഈ ഫാൻസി കമ്മൽ ഇങ്ങനെ മാറ്റി മറിച്ചും ഒക്കെ ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഈ കമ്മൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, ഇക്കാക്ക് ലീവും കൂടിയാണ്. അപ്പോൾ പിന്നെ നമ്മൾ മണ്ണാർക്കാട് മുനവറ ജ്വല്ലറിയിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. ഇക്കാൻ്റെ ഒരു ഫ്രണ്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നാണ് നമ്മൾ ഫാദുക്കുട്ടിക്ക് കാത് കുത്തിയതും ഗോൾഡ് അവിടെ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. പക്ഷേ ഇന്നത് ലീവായിരുന്നു, സൺഡേ ആയതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ അവരെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വേറൊരു ജ്വല്ലറിക്കാണ് പോയിട്ടുണ്ടായിരുന്നത് മണ്ണാർക്കാട്. ഇതേപോലെ സൺഡേ എന്ന് പറയുമ്പോൾ കുറച്ച് തിരക്ക് കുറവായിരിക്കും. കാരണം കുറേ ഷോപ്പുകളൊക്കെ ലീവാണ്. എന്നാലും അത്യാവശ്യം കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും കുറേ ജ്വല്ലറിയും കാര്യങ്ങളും കുറേ ഷോപ്പുകളും ഒക്കെ ലീവാണ്. അതുകൊണ്ട് സൺഡേ കുറച്ച് തിരക്ക് കുറവാണ് നമ്മുടെ മണ്ണാർക്കാട് പൊതുവേ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ പോയത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലേക്കാണ് കേട്ടോ. ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പോയപ്പോൾ തന്നെ നമ്മൾ പാൽസരങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാദുക്കുട്ടിക്ക്. പക്ഷെ അത് നമ്മുടെ ഫാദുക്കുട്ടിക്ക് അളവിലുള്ളത് കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മൾ കമ്മലിൻ്റെ സെക്ഷനാണ് നോക്കിയത്. അങ്ങനെ കുറേ കമ്മലൊക്കെ ഉണ്ടായിരുന്നു, കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ ഓവർ വെയിറ്റ് ഉള്ളത്, ഓവർ ഇങ്ങനെ തൂങ്ങിക്കൊണ്ടുള്ള കമ്മൽ ഇഷ്ടമല്ല. പിന്നെ സ്റ്റെഡും എൻ്റെ മുഖത്തിന് അധികം അല്ലാണ്ട് ചേരൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ തൂങ്ങലുള്ള മോഡലാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കമ്മലൊക്കെ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മക്കൾ ഇതേപോലെ എന്താ പറയുക ബലൂണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അവർ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പൊതുവെ തിരക്ക് അധികമൊന്നും ഇല്ല കേട്ടോ, കുറവായിരുന്നു. എന്നാലും ഒരു 5-6 ആൾക്കാരൊക്കെ അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ, വല്ലാണ്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കമ്മലും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മൂക്ക് കൂടി കുത്താനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു മൂക്കുത്തിയും കൂടി വാങ്ങിച്ചു കേട്ടോ. പക്ഷേ ആ മൂക്കുത്തി നമുക്ക് ഇപ്പോൾ ഇടാൻ പറ്റില്ല. ഇപ്പോൾ ഇവർ കുത്തുന്ന ഒരു ഗൺ ഷൂട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു മൂക്കുത്തി ഉണ്ടാവും. അപ്പോൾ അതാണ് ഇപ്പോൾ ഇടുക. എന്നിട്ടൊരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിച്ചത് ഇടുക കേട്ടോ. അപ്പോൾ അതിന് പിന്നെ വാങ്ങിക്കാൻ വരണ്ടല്ലോ വിചാരിച്ചിട്ട് അതും ഇതിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു സ്റ്റോൺ ആയിട്ടുള്ളൊരു മൂക്കുത്തിയാണ് കേട്ടോ. കുഞ്ഞിതാണ്. എനിക്ക് വലിയ മൂക്കുത്തി ഇഷ്ടമല്ല, കുഞ്ഞൊരു കല്ല് അതാണ് കേട്ടോ ഇഷ്ടം. പക്ഷെ ഭയങ്കര പേടിയുണ്ടായിരുന്നു. കൈയൊക്കെ ഇങ്ങനെ ആകെ വിയർത്തൊഴുകുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പൊതുവെ പേടിയായാലും ടെൻഷനായാലും കൈ ഇങ്ങനെ വിയർക്കാൻ തുടങ്ങും. അങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വിയർത്തൊഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും കുറേ നാളായിട്ട് ആഗ്രഹമാണ്. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അങ്ങോട്ട് പോകുന്ന സമയത്തൊക്കെ നമ്മുടെ മൂക്കിൽ ഇതുണ്ടാവും. പക്ഷെ അത് മൂക്കുത്തിയല്ല, നമ്മുടെ സ്റ്റോണാണ് കേട്ടോ. ഹിന്ദുസ് വെക്കുന്ന പൊട്ടുണ്ടല്ലോ, വെള്ളക്കല്ലിൻ്റെ ഒട്ടിച്ച് വെക്കുന്നത്. അപ്പോൾ അതൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ വെക്കുക ചെയ്യുക. പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും കല്യാണത്തിനോ ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ പോയി അറിയാതെ മൂക്ക് ഇങ്ങനെ ചൊറിയുന്ന സമയത്ത് സംഭവം താഴെ വീണ് പോകും. തിരിച്ചു വരുമ്പോൾ സംഭവം ഉണ്ടാവില്ല. അതായിരിക്കും എപ്പോഴും നടക്കാറുള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് കുത്താമെന്ന് വിചാരിച്ച്. മുസ്ലിങ്ങളിപ്പോൾ എല്ലാവരും കുത്താറുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മൂക്കുത്തൽ ഹറാമ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. അപ്പോൾ എന്താ പറയുക, എനിക്ക് കുറേ നാളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു. പിന്നെ സംഭവം നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ ഒരുപാട് പെയിനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കുഞ്ഞി പെയിൻ, ഇപ്പോൾ സൂചി കൊണ്ട് നമ്മളൊക്കെ ഒരു ഇഞ്ചക്ഷനൊക്കെ വെക്കുമല്ലോ, ആ ഒരു പെയിൻ. പിന്നെ കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ ഒരു തരിപ്പായിട്ട് ഇങ്ങനെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നത്. ഇതാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കമ്മൽ. ഇതാണ് മുക്കുറ്റി. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായോ? അങ്ങനെ നമ്മളിതാ ഭയങ്കര ഹാപ്പിയായി, സന്തോഷമായി. ഇനി നമ്മൾ നേരെ പോവുകയാണ്. പക്ഷെ അവിടെ നമ്മുടെ ഫാദുക്കുട്ടിക്ക് പാൽസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫാദുക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട നല്ല കിളിങ്ങണ പാൽസരമായിരുന്നു. അപ്പോൾ അത് അവിടെ ഫാദുക്കുട്ടിക്ക് അളവിലുള്ളത് ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നതൊക്കെ ഇവളേക്കാൾ ഒന്ന് ചെറുതാണ്. പിന്നെ ബാക്കിയൊക്കെ ഭയങ്കര വലുതും. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തുള്ള പഴയ ജ്വല്ലറിയിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമുക്ക് അളവിലുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫാദുക്കുട്ടിൻ്റെ പഴയ ഒരു പാൽസരം, പിന്നെ ഫൈസിക്കുട്ടിൻ്റെ ഒരു പഴയ കൈച്ചേനും കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു പാൽസരം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വേറെ കുറേ പാൽസരങ്ങൾ നോക്കി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒന്നുകൂടി നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഒന്നുകൂടി നല്ലോണം കിളിക്കുള്ള പാൽസരമായിരിക്കുമല്ലോ നല്ലത്. അങ്ങനെ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കിളിക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ഹോട്ടലിലേക്കാണ് പോയത്. പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് രാത്രിയൊക്കെ വരാറുണ്ട് കേട്ടോ ഇങ്ങോട്ട്, കുറേ ആയിപ്പോൾ വന്നിട്ട്. അപ്പോൾ നമ്മളിതാ അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ഒരു
10 മണിക്കൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചതല്ലേ, ഏകദേശം ഒരു 2 മണി 2:30 ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു, അങ്ങനെ വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളിതാ നേരെ പോണത് എങ്ങടാന്ന് വെച്ചാൽ നമ്മൾ സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫാദു കുട്ടിക്ക് സൈക്കിൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് കുഞ്ഞിതാണ് കേട്ടോ. നമ്മളെ 3 ചക്രമുള്ളതുണ്ടല്ലോ, ബാക്കിൽ 2 ഫ്രണ്ടിൽ 1 സൈക്കിൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഫൈസിക്കുട്ടീൻ്റെ സൈക്കിൾ വാങ്ങിച്ചപ്പോൾ കൂടെ വാങ്ങിച്ചതാണ് കേട്ടോ അവൾക്കും. പക്ഷെ അവൾ സൈക്കിൾ അവളല്ലാതെ ബാക്കി എല്ലാവരും ഇരുന്ന് നല്ലോണം ഓട്ടിയിട്ടുണ്ട്, പക്ഷെ അവൾ മാത്രം അധികം ഇരുന്നിട്ടില്ല. പിന്നെ ആൾക്ക് ആ ഒരു സൈക്കിളിനോട് ഇഷ്ടം വന്നപ്പോഴത്തേക്കും സൈക്കിൾ ആകെ നാശമായി, സീറ്റൊക്കെ പൊട്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവൾക്കൊരു സൈക്കിളും കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ അൽസ സൈക്കിൾസിലാണ് വന്നത്. നമ്മൾ എപ്പോഴും സൈക്കിൾ വാങ്ങിക്കൽ ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതിൽ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു, ഇതും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ അവൾക്കൊന്നുകൂടി എന്താ പറയുക, ഈ ഒരു റെഡ് കളർ കണ്ടപ്പോൾ ഇതാണ് ഒന്നുകൂടി ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് 2 വർഷം ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ 2 മിററും പിന്നെ ബെല്ലും പിന്നെ ഒരു വാട്ടർ ബോട്ടിലും എല്ലാവരും സെറ്റ് ചെയ്ത് തരും. പിന്നെ പമ്പും കൂടി ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടും കേട്ടോ. നമ്മളൊരു ഇങ്ങനെ ഒരാഴ്ചക്ക് കൂടുമ്പോൾ കാറ്റൊക്കെ അടിച്ചു കൊടുക്കണം. അങ്ങനെ ഇതാണ് നമ്മൾ വാങ്ങിച്ച സൈക്കിള്. ഇഷ്ടമായോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഫാദുക്കുട്ടിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഫൈസിക്കുട്ടി എനിക്ക് ഈ കാറാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫൈസിക്കുട്ടി കാണിച്ചു തരാണ് കേട്ടോ. അവന് വലിയ കാറ് വേണമെന്ന് പറയുന്നു. കുഞ്ഞു മക്കളൊക്കെ ഇങ്ങനെ ഇരുന്ന് ഓടിക്കുന്ന കാറുകളുണ്ടല്ലോ അത്. അപ്പം ഞാൻ പിന്നെ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആളെ സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സൈക്കിളൊക്കെ വാങ്ങി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും ഭയങ്കര ഹാപ്പി ഉള്ളൊരു ഡേ ആയിരുന്നു. കാരണം ഒരുപാട് നാൾ ആഗ്രഹിച്ച സംഭവങ്ങളൊക്കെയാണ് ഇന്ന് നടപ്പാക്കിയത്. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഒരുപാട് ഹാപ്പിയായി, സന്തോഷമായി. നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതൊരു ഗോലി സോഡയും കൂടി, ഗോലി സോഡ അല്ല എന്താ പറയുക, അതന്നെ ഗോലി സോഡ, അതും കൂടി വാങ്ങിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ. ടാറ്റാ.